ഹായ് ഡിയേഴ്സ്, ഇന്നൊരു മത്തി ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും, എന്നാലും അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതാ മത്തി നമ്മൾ ആദ്യം വെള്ളത്തിലാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അന്ന് ഒന്നെടുത്തിട്ട് ഇതേ രീതിയിൽ അതിൻ്റെ സ്കെയിൽസൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുറിക്കാനെടുക്കുന്ന കത്രിക വെച്ചിട്ട് തന്നെ മത്തിയുടെ വാലറ്റം മുതൽ മുകളിലേക്ക് ഇതേ രീതിയിലൊന്ന് ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ടായാലും ഇതേ രീതിയിലൊന്ന് ഇതിൻ്റെ സ്കെയിൽസൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ രീതിയിലാണ് കേട്ടോ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ സ്കെയിൽസൊക്കെ ഒന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കത്രിക വെച്ചിട്ട് തന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തുള്ള ആ ഒരു വിങ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്കെയിൽസ് വൃത്തിയാക്കി എടുത്താലും മതി. നമുക്കതിൻ്റെ തലഭാഗത്തൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കത്രിക വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കൈനെ കൊണ്ടായിക്കഴിഞ്ഞാലും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. കത്രിക വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഇതിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ സൈഡ് ഭാഗത്തൂടെ കത്രിക ഒന്ന് കയറ്റിയിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതിയാകുമേ. ഇനി ഇതിൻ്റെ വയറുഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മളിത് ആ കത്രിക വെച്ചിട്ട് സൈഡിലൂടെ ഒന്ന് അതിൻ്റെ ആ ഒരു താഴെ ഭാഗത്ത് അതിൻ്റെ ആ ഒരു മോഷൻ പോകുന്ന ആ ഒരു സ്ഥലമുണ്ട്, അതുവരെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് അതൊന്ന് മൊത്തത്തിൽ എടുത്ത് കളയാം. ഈ ഒരു ഉൾഭാഗമൊക്കെ നമ്മൾ മത്തി കഴുകുന്ന ഒരു സമയത്ത് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ വാലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു മത്തിയും കൂടെ ഞാൻ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ തല മുഴുവനായിട്ട് എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ളതുപോലെ സൈഡ് ഭാഗത്തൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ആ ഒരു വിങ്സും അതിൻ്റെ അടി ഭാഗത്തോളം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു വിരൽ വെച്ചിട്ട് നമുക്കിതിലെ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് മത്തി കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഞാനിതൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതിലുള്ള ആ ഒരു വെള്ളം ഒന്ന് മാറ്റണം. അതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു ഉപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ഉരച്ച് മത്തിയെ വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഉരക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതേ രീതിയിലൊന്ന് വിരലിട്ടിട്ട് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ബാക്കിയുള്ള ആ ഒരു ബ്ലഡിൻ്റെ ആ ഒരു ഇതൊക്കെ മാറിക്കിട്ടും. പിന്നെ നന്നായിട്ടൊന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് ഒരു 5-6 തവണ ഞാൻ ഇത് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ മത്തി ഒന്ന് നല്ല ക്ലീനായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വരച്ച് കഴുകിയത് കൊണ്ട് തന്നെ ഒന്നും ആകാതെ തന്നെ കിട്ടിയത്. ഇപ്പോൾ ഇത്തിരി പഴകം വന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ അരച്ച് കഴുകുമ്പോൾ തന്നെ അതൊന്ന് പൊടിഞ്ഞ് നാശമായി പോകും. അപ്പോൾ മത്തി നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ വാങ്ങിച്ചിട്ട് ഇതേ രീതിയിലൊക്കെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ നല്ല കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് നല്ല സുന്ദരന്മാരായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫിഷ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്